പരീക്ഷകൾ അടുത്തുകഴിഞ്ഞു. ഇത്രയും വലിയ സിലബസ് ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെ തീർക്കുമെന്നാലോചിച്ച് നിങ്ങൾ പേടിച്ചിരിക്കുകയാണോ? സിലബസ് തീർന്നില്ലെങ്കിൽ വീട്ടുകാരോട് എന്തു പറയും, മാർക്ക് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ടെൻഷനിലാണോ നിങ്ങൾ? എങ്കിൽ വിഷമിക്കണ്ട. കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി സിലബസ് പഠിച്ചു തീർത്ത് മികച്ച മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന ചില പവർഫുൾ ടെക്നിക്കുകൾ നമുക്ക് നോക്കാം. നമ്മുടെ പഠനത്തെയും ജീവിതത്തെയും ഒരുപോലെ നശിപ്പിക്കുന്നത് സ്മാർട്ട് ഫോണുകളാണ്. ആ ഫോൺ ദൂരേക്ക് മാറ്റിവെച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ നാളെ എല്ലാവരും നിങ്ങളെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കൂ. നമുക്കൊരു കൊച്ചു കഥയിലൂടെ ഇത് തുടങ്ങാം. സങ്കൽപ്പിക്കുക, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളെ കാശ്മീരിലേക്ക് ഒരു 4 ദിവസത്തെ ട്രിപ്പിന് കൊണ്ടുപോകുന്നു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നിങ്ങൾക്കൊരു ചെറിയ ബാഗ് മാത്രമേ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? ആ ചെറിയ ബാഗിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള പ്രധാനപ്പെട്ട വസ്ത്രങ്ങളും സാധനങ്ങളും മാത്രമേ നിങ്ങൾ തിരഞ്ഞുപിടിച്ചു വയ്ക്കൂ, അല്ലേ? ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ തലച്ചോറും. പരീക്ഷയ്ക്ക് സമയം കുറവായിരിക്കുമ്പോൾ സിലബസ് മുഴുവൻ തലച്ചോറിൽ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ ബ്രെയിനിന് ഒരു പരിധിയുണ്ട്. അതിനാൽ നമ്മൾ മുൻഗണന അഥവാ പ്രയോറിറ്റി നൽകാൻ പഠിക്കണം. എന്താണ് 80-20 റൂൾ? ഏതു പരീക്ഷയെടുത്താലും അതിലെ 20% സിലബസിൽ നിന്നാണ് 80% ചോദ്യങ്ങളും വരുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആ 20% ഭാഗങ്ങൾ ഏതാണെന്ന് ആദ്യം കണ്ടെത്തുക. ഇതിനായി കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുകയോ യൂട്യൂബിൽ നിങ്ങളുടെ വിഷയത്തിന്റെ ചാപ്റ്റർ വൈസ് അനാലിസിസ് സെർച്ച് ചെയ്യുകയോ ചെയ്യാം. ഓരോ ചാപ്റ്ററിനും എത്രത്തോളം വെയിറ്റേജ് ഉണ്ടെന്ന് നോക്കി അത് നോട്ട് ചെയ്യുക. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക. സമയം കുറവുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും മികച്ച ട്രിക്ക് ഇതാണ്. ടെക്നിക് 2, ഡെഡ്ലൈൻ സ്ട്രാറ്റജി. നിങ്ങൾക്കൊരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ 7 ദിവസം സമയം കിട്ടിയാൽ നമ്മൾ മിക്കവാറും 6 ദിവസവും അത് തൊടാതെ വെറുതെ കളയും. എന്നാൽ അവസാന ദിവസം യാതൊരു ഡിസ്ട്രാക്ഷനുമില്ലാതെ ഭക്ഷണം പോലും മറന്ന് നമ്മളത് പൂർത്തിയാക്കും. ഇതിനെയാണ് ഡെഡ്ലൈൻ പവർ എന്ന് പറയുന്നത്. പഠിക്കാനായി നിങ്ങൾ തന്നെ ഒരു ഡെഡ്ലൈൻ നിശ്ചയിക്കുക. ഉദാഹരണത്തിന് 2 ദിവസം കൊണ്ട് തീർക്കേണ്ട ഒരു ചാപ്റ്റർ 1 ദിവസം കൊണ്ട് തീർക്കുമെന്ന് സ്വയം വാശിവെക്കുക. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രഷർ ഉണ്ടാവുകയും തലച്ചോറിന്റെ വേഗത വർദ്ധിക്കുകയും ചെയ്യും. പക്ഷേ അസാധ്യമായ ഡെഡ്ലൈനുകൾ, ഉദാഹരണത്തിന് 2 ദിവസത്തെ പഠനം 2 മണിക്കൂർ കൊണ്ട് തീർക്കാമെന്നത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ടെക്നിക് 3, ദി 12-hour സ്കെഡ്യൂൾ ആൻഡ് 7-day ചലഞ്ച്. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറുണ്ട്. അതിൽ 8 മണിക്കൂർ നിർബന്ധമായും ഉറങ്ങണം. ബാക്കി 4 മണിക്കൂർ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കായി മാറ്റിവെച്ചാൽ പോലും കയ്യിൽ 12 മണിക്കൂറുണ്ട്. ഈ 12 മണിക്കൂർ നിങ്ങളുടെ പ്യുവർ സ്റ്റഡി അവേഴ്സ് ആയിരിക്കണം. ഇതിൽ നിങ്ങളുടെ സ്കൂൾ, ട്യൂഷൻ, സെൽഫ് സ്റ്റഡി എന്നിവയുൾപ്പെടാം. ഇത് പ്രായോഗികമാക്കാൻ ഒരു വിദ്യയുണ്ട്. ഫോണിൽ ഓരോ മണിക്കൂറിലും പഠിക്കൂ എന്ന ടൈറ്റിലിൽ അലാം സെറ്റ് ചെയ്യുക. നിങ്ങൾ ഫോൺ നോക്കിയോ മറ്റോ ഡിസ്ട്രാക്റ്റഡ് ആയാൽ ഈ അലാം നിങ്ങളെ വീണ്ടും പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവരും. അടുത്ത 7 ദിവസം ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കമന്റിൽ ഐ ആം സ്റ്റാർട്ടിംഗ് ദി 7-day ചലഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുക. ടെക്നിക് 4, സ്റ്റോപ്പ് ഡിസ്ട്രാക്ഷൻസ്. വാട്ടർ ടാങ്ക് എക്സാമ്പിൾ. നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വാട്ടർ ടാങ്കിന് കുറേ സുഷിരങ്ങൾ അഥവാ ഹോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിലൂടെ വെള്ളം വെറുതെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്തു ചെയ്യും? ആ സുഷിരങ്ങൾ അടയ്ക്കും, അല്ലേ? ആ വെള്ളമാണ് നിങ്ങളുടെ സമയം. സുഷിരങ്ങളാണ് നിങ്ങളുടെ ഡിസ്ട്രാക്ഷനുകൾ, പ്രധാനമായും സോഷ്യൽ മീഡിയ. ആ സുഷിരങ്ങൾ അടച്ചാൽ മാത്രമേ വെള്ളം സംരക്ഷിക്കാൻ കഴിയൂ. നിങ്ങളുടെ സമയം കളയുന്ന 5 പ്രധാന ഡിസ്ട്രാക്ഷനുകൾ ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് അവയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ പൂർണ്ണമായും ഒഴിവാക്കുക. ഫൈനൽ മോട്ടിവേഷൻ. ഈ സമയം നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ചിലപ്പോൾ നിങ്ങളെ കളിയാക്കുന്നവരോ നിരുത്സാഹപ്പെടുത്തുന്നവരോ ഉണ്ടാകാം. നിനക്കിത് സാധിക്കില്ല എന്ന് അവർ പറഞ്ഞേക്കാം. പക്ഷേ ഒന്നോർക്കുക, നിങ്ങൾ വിചാരിച്ചാൽ ഏത് ലക്ഷ്യവും നേടിയെടുക്കാം. നിങ്ങളുടെ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങളെ പരിഹസിച്ചവരുടെ വായടയും. നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകളിൽ ആ സന്തോഷം കാണാൻ വേണ്ടി ഇന്നു മുതൽ കഠിനാധ്വാനം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരീക്ഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ. നമുക്കൊരുമിച്ച് അതിന് പരിഹാരം കണ്ടെത്താം. ഈ വീഡിയോ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും ഷെയർ ചെയ്യുക. ഒരുപക്ഷേ ടെൻഷനിലിരിക്കുന്നവർക്ക് ഇതൊരു വലിയ ആശ്വാസമായേക്കാം. ഇതുപോലുള്ള കൂടുതൽ സ്റ്റഡി ടിപ്സിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പരീക്ഷകൾക്ക് എല്ലാവിധ ആശംസകളും.